സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. സ്വരമുയർത്തി ആരാധന ആരാധന. ഇരു കരങ്ങൾ സ്വർഗത്തോളം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗം ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്ന സമയമാ. ദൈവവും മനുഷ്യരും തമ്മിൽ സംഗമിക്കുന്ന സംഘവേദിയ. ദിവ്യകാരണത്തിലേക്ക് നോക്കി കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുങ്ങി പോയിട്ടില്ല. കേൾക്കുവാൻ സാധിക്കാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. വിശ്വസിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇത് കർത്താവിന്റെ സമയമാ, രക്ഷയുടെ സമയമാ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാ, വീണ്ടെടുക്കുന്ന സമയമാ. കണ്ണീരോടുകൂടെ വന്നിരിക്കുന്നവരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞയക്കും. നിരാശയിൽ ജീവിക്കുന്നവർക്ക് പ്രത്യാശയുടെ അഭിഷേകം അവിടെ തരും. യേശുവേ ഒറ്റ വിളിയൊന്ന് വിളിച്ച മക്കളെ, യേശുവേ യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. പൈതങ്ങളോട് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. യുവജനങ്ങളോട് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. ദമ്പതികളോട് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. ഏകസ്ഥരോട് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. സമർപ്പിതരോട് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. വൈദികരോട് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. തിരുസഭയോട് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ആരാധിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം തിരുവചനം. എന്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുക, അതിനോട് തീവ്ര അഭിനിവേശം കാണിക്കുക, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ദൈവത്തിന്റെ വചനം ഭക്ഷിക്കാൻ, ദൈവത്തിന്റെ വചനത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. പ്രവാചകന്മാരുടെ ജീവിതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ദൈവത്തിന്റെ വചനം ഭക്ഷിച്ചവരാണ്, ദൈവത്തിന്റെ ചുരുൾ ഭക്ഷിച്ചവരാണ്. എസെക്കിയേൽ പ്രവാചകനും ജെറമ്യാ പ്രവാചകനുമെല്ലാം കാണിച്ചു തരുന്ന വലിയ മാതൃക ദൈവവചനത്തോടുള്ള എന്തെന്നില്ലാത്ത അഭിനിവേശം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ രക്ഷയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് പറയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം നീ പറഞ്ഞു, അവിടെ രക്ഷയുണ്ടാവും, അവിടെ മാനസാന്തരം ഉണ്ടാവും. ദൈവത്തിന്റെ വചനം നീ പറയുമ്പോൾ അത് നീ ഭക്ഷിക്കണം, അത് നീ നിന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നതായിരിക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് എസെക്കിയേലിനോട് പറയുകയാണ്, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായ് തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. എസെക്കിയേൽ പ്രവാചകൻ ദൈവവചനമാവുന്ന ആ ചുരുൾ ഭക്ഷിച്ചു, അത് അവന് തേൻ പോലെ മധുരിച്ചു എന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ജെറമ്യാ പ്രവാചകനും ദൈവത്തിന്റെ വചനത്തോടുള്ള വലിയ അഭിനിവേശവും എന്തെന്നില്ലാത്ത ദാഹവും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ജെറമ്യാ പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയുന്നുണ്ട് 15-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ, അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തിയപ്പോൾ
ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. കണ്ടോ പ്രിയപ്പെട്ടവരെ, ജെറമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ വചനം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ, അവന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അതവന് ആനന്ദാമൃതമായി, ഹൃദയത്തിന് സന്തോഷവുമായി. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം കാണുകയാണ്. കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇതാ എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ ആരോടൊക്കെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ പോയിട്ടുണ്ടോ, ആദ്യം അവർ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറച്ചു. അതവരുടെ ഹൃദയത്തിന് ആനന്ദം നൽകി. ആ ചുരുൾ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിന് തേൻ പോലെ മധുരിക്കുന്ന അനുഭവം നൽകി. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവവചനം ഇരിക്കുന്നുണ്ട്, വിശുദ്ധ ലിഖിതം ഇരിക്കുന്നുണ്ട്. എന്നാൽ അത് മൂടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് വലിയ അനീതിയാണ്. പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയതും പ്രവാചകന്മാരെ ധൈര്യപ്പെടുത്തിയതും ദൈവത്തിന്റെ വചനമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. പുതിയ നിയമത്തിൽ നാം കാണുകയാണ്, എന്തായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാർക്ക് പ്രസംഗിക്കാനുണ്ടായിരുന്നു. യോഹന്നാൻ സ്ത്രീ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനം പറയുകയാണ്, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ സ്പർശിച്ചത്, ഞങ്ങൾ അനുഭവിച്ച ജീവന്റെ വചനമാ യേശുവിന്റെ ശിഷ്യന്മാര് പ്രസംഗിച്ചത്. അവിടെ മാനസാന്തരം നടന്നു, അത്ഭുതം നടന്നു, രോഗശാന്തികൾ സംഭവിച്ചു. ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, ഒരുപാട് ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നുണ്ട്. ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാലും അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ ഇൻസ്പിറേഷൻ തരും, പ്രചോദനങ്ങൾ തരും. എന്നാൽ ദൈവത്തിന്റെ വചനം മാത്രമേ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ മാനസാന്തരം, ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഓരോ ദൈവ പൈതലും തിരിച്ചറിഞ്ഞു. എന്താണ് ദൈവവചനത്തിന്റെ ശക്തി? ദൈവവചനത്തിന്റെ ശക്തി മറ്റു പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയല്ല, മറിച്ച് ദൈവത്തിന്റെ ഓരോ വചനവും ദൈവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനം ഒരു ശക്തിയല്ല, മറിച്ച് ദൈവവചനം ഒരു വ്യക്തിയാണ്. ദൈവവചനത്തിന് ജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ഈ ബൈബിൾ ഉണ്ടല്ലോ, അത് ദൈവത്തിന്റെ വചനമാ. ഈ ദൈവത്തിന്റെ വചനം ദൈവം തന്നെയാ. അതുകൊണ്ട് തന്നെ ഓരോ വാക്കും ദൈവവചനവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം, അത് ദൈവം തന്നെയാണ്. മറ്റുള്ളതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അത് ദൈവത്തിന്റെ വചനമല്ല, നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിൽ നിന്ന് വരുന്നതാ. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഉണ്ടാവുക എന്നുള്ളത്. അത് തീർച്ചയായും സഭാപിതാക്കന്മാര് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഭാപിതാക്കന്മാർ ദൈവവചനത്തെ വിളിച്ചത് അത് സ്നേഹസല്ലാപം എന്നാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 112-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥം ഈശോയുടെ തിരുഹൃദയം തന്നെയാണ്. ഈശോയുടെ തിരുഹൃദയം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. ഈശോയുടെ തിരുഹൃദയത്തോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതേ സ്നേഹത്തോടു കൂടിയാണ് ഓരോ ദൈവ പൈതലും ദൈവവചനത്തെ ശ്ലാഘിക്കേണ്ടത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമുക്കൊക്കെ ദൈവവചനത്തോട് എത്രമാത്രം സ്നേഹമുണ്ട്. ഒരു പ്രണയിനിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഹൃദയം തുറക്കുന്ന എപ്പോഴാണ്? വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, എത്രമാത്രം സ്നേഹം അവളിലേക്ക് കടന്നു വരുന്നുവോ അത്രയും അവളുടെ ഹൃദയം തുറക്കും. ഇതുപോലെ തന്നെ ഒരു ദൈവ പൈതൽ ദൈവത്തോട് എത്രമാത്രം സ്നേഹമുണ്ടോ ഈ വചനത്തിലേക്ക് നീ ആഴപ്പെടും. വചനത്തിന്റെ പൊരുള് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല.
എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓർക്കുക, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വചനം ഇരിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കാൻ വേണ്ടി അടഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമല്ല, മറിച്ച് ദൈവസ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന പുസ്തകമാ ദൈവത്തിൻ്റെ വചനം. അപ്പോസ്തലന്മാരുടെ പ്രവാചകന്മാരുടെ ദൈവം സംസാരിച്ചതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം എവിടെ കടന്നു വരുന്നുവോ അവിടെ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും, അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകും, അതുപോലെ തന്നെ തിന്മയുടെ സ്വാധീന വലയങ്ങൾ നീങ്ങിപ്പോകും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. എന്താണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത? അവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്, ദൈവവചനത്തിന് സൗഖ്യം തരാൻ ശക്തിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു, അപ്പോൾ ശതാധിപൻ പ്രതിപദിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. കണ്ടോ, ഒരു വചനം യേശു പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ആ വിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഒരു രോഗിയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ രോഗിയോട് സംസാരിക്കേണ്ട, ആ രോഗിയുടെ അടുത്ത് എന്ന് നാം പ്രാർത്ഥിക്കേണ്ട ദൈവത്തിന്റെ വചനം ക്ലെയിം ചെയ്തുകൊണ്ടാണ്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ രോഗികളായ വ്യക്തികൾ കടന്നു വന്ന് സൗഖ്യം പ്രാപിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. മാറാ രോഗങ്ങൾ ഒരുപക്ഷെ വൈദ്യശാസ്ത്രം കൈവിട്ടു പോയിരിക്കുന്ന രോഗി പോലും സൗഖ്യം പ്രാപിച്ച് കണ്ടിട്ടുണ്ട്. എന്താ ചെയ്തിരിക്കുന്നത്? മറ്റൊന്നുമല്ല, യേശു പറഞ്ഞ അതേ വചനം തന്നെ നാം പറയുമ്പോൾ യേശുവിൻ്റെ ആ ശക്തി ആ വ്യക്തിയിലേക്ക് കടന്നു വരികയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാം തിരുവചനം, യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. കണ്ടോ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വചനം എവിടെ കടന്നു വരുന്നുണ്ടോ അവിടെയെല്ലാം രോഗികളിലേക്ക് സൗഖ്യമൊഴുകും എന്നുള്ളതാണ്. ഇന്ന് ദിവ്യകാരണത്തിന് മുമ്പിൽ വന്ന് ആരാധിക്കുന്ന രോഗികളായ മക്കളുണ്ട്. ദൈവത്തിൻ്റെ വചനം ആ രോഗികളായ മക്കളിലേക്ക് സൗഖ്യമായി കടന്നു വരട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം പറയുകയാണ്, കർത്താവേ, മരുന്നോ ലേപനമോ ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വചനമാണ് അവിടുന്ന് സൗഖ്യപ്പെടുത്തുന്നത്. വീണ്ടും 107-ാം സങ്കീർത്തനം 20-ാം തിരുവചനം പറയുന്നു, അവർ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. രോഗികളായ വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ ആ രോഗിയിലേക്ക് സൗഖ്യമൊഴുകും. കാരണം എന്താ? ദൈവവചനം യേശു തന്നെയാ. ദൈവവചനം അത് ഒരു ശക്തിയല്ല, മറിച്ച് ഒരു വ്യക്തിയാണ്, അത് ജീവനുള്ളതാണ്. വീണ്ടും നമുക്ക് കാണുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിന് ശുദ്ധീകരിക്കാൻ വിശുദ്ധീകരിക്കുവാൻ ശക്തിയുണ്ട്. നമ്മൾ കാണുക, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് പറഞ്ഞു, ആ വ്യക്തിയിൽ നിന്ന് അശുദ്ധി വിട്ടുപോയി വിശുദ്ധി ആ വ്യക്തിയിൽ നിറയും എന്നുള്ളതാണ്. ചില വ്യക്തികൾ പറയാറുണ്ട്, അച്ഛാ, ഞാൻ തഴക്കദോഷങ്ങളെ പെട്ടുകിടക്കുക, പാപത്തിന്റെ ബന്ധനങ്ങളാ, എനിക്ക് പാപത്തിൽ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആ വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് പറഞ്ഞു, ആ വ്യക്തിയിൽ നിന്ന് അശുദ്ധി വിട്ടുപോയി വിശുദ്ധി ആ വ്യക്തിയിൽ നിറയും എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വീണ്ടും കാണാൻ സാധിക്കും, 119-ാം സങ്കീർത്തനം 11-ാം തിരുവചനം, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധി വളരാൻ ആഗ്രഹിക്കുന്ന മക്കൾ എന്താ ചെയ്യേണ്ടേ? ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് പറയുക, ദൈവത്തിന്റെ വചനം കൊണ്ട് ഓരോ വ്യക്തികളും നിറയുക എന്നുള്ളതാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ
നമ്മുടെ ഭവനങ്ങളിലെ ആ തിരുവചനം നമ്മുടെ കൈകളിലൊന്ന് എടുത്തു പിടിക്കാം. ഈ വചനം ഉണ്ടല്ലോ, തിരുവചനം മറ്റേത് പുസ്തകങ്ങൾ നിന്റെ കുടുംബത്തിൽ ഇരിക്കുന്നുണ്ടോ അതുപോലെയല്ല, ഈ പുസ്തകത്തിന് ശക്തിയുണ്ട്. ഇത് ദൈവത്തിന്റെ ശബ്ദമാ. ഈ ഇതിലെ ഓരോ വചനവും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ദൈവം സംസാരിച്ചിട്ടുള്ളതാ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വചനം കരങ്ങളെ പിടിച്ചുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിനൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈ സമയം തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. രോഗികളിലേക്ക് സൗഖ്യം അവിടുന്ന് ഒഴുകും. വചനത്തിന്റെ പ്രകാശം, വചനത്തിന്റെ വെളിച്ചം ഈ സമയം തന്നെ ഓരോ വ്യക്തികളിലേക്കും അവിടുന്ന് വർഷിക്കപ്പെടും. രണ്ട് കരങ്ങളെ തുറന്ന് പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരം തുറന്ന് ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചേ. ദൈവവചനം ഒരു ശക്തിയായി മാറട്ടെ. എസ്എകേൽ പ്രവാസിയിലേക്ക് നിറഞ്ഞ ദൈവത്തിന്റെ ശക്തി, യെരമ്യാ പ്രവാസിയിലേക്ക് വന്നിറങ്ങിയ ദൈവത്തിന്റെ ശക്തി ഈ സമയം ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും വചനത്തിന്റെ ശക്തി മാറ്റൊലി കൊള്ളട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ അന്ധകാരങ്ങൾ, തിന്മയുടെ സ്വാധീന വലയങ്ങൾ ഈ സമയം തന്നെ യേശുനാമത്തിന്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ. രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. വചനത്തിൽ വിട്ടുപോയിരിക്കുന്ന ഒരുപക്ഷെ നിന്റെ ജീവിതം വചനത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന സമയമാ. രണ്ട് കരമുയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ, വചനം തിരുവചനം എന്നിൽ വളരട്ടെ. കൃപയാൽ തിരുകൃപയാൽ എന്നിൽ ഒഴുകട്ടെ. എല്ലാവരും ചേർന്ന് വചനം തിരുവചനം എന്നിൽ വളരട്ടെ. കൃപയാൽ തിരുകൃപയാൽ എന്നിൽ ഒഴുകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളച്ച് ഫലം നൽകി വിതയ്ക്കുവാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതം മുഴുവനെയും ഒന്ന് ചേർത്ത് വെച്ചോ. ദൈവമായ കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. വിശ്വസിക്കുന്ന മക്കൾ ഹൃദയത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. ഈ സമയം പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ വചനം ഒരിക്കലും ഫലരഹിതമായി പോകുകയില്ല. ഇന്നോളം നമ്മൾ കേട്ട വചനങ്ങൾ മുഴുവൻ ഈ സമയം പൊട്ടിമുളയ്ക്കട്ടെ. ഓരോ ഞായറാഴ്ചകളിലും വചന വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം വചനം നാം വായിച്ചിട്ടുണ്ട്. എത്രയോ കാറ്റഗിസം ക്ലാസ്സുകളിൽ നാം പങ്കെടുത്തിട്ടുണ്ട്. ഇന്നോളം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ഒന്നും പരാജയപ്പെടാത്ത ദൈവത്തിന്റെ വചനം ഈ സമയം പുഷ്പിക്കുവാൻ വേണ്ടി, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചേ. അധരം തുറന്നത് വിളിച്ചേ. വിളിച്ചുണരട്ടെ. യേശുവേ, വചനം തിരുവചനം എന്നിൽ വളരട്ടെ. കൃപയാൽ തിരുകൃപയാൽ എന്നിൽ ഒഴുകട്ടെ. ദാഹത്തോടെ പാടിയേ. വചനം തിരുവചനം എന്നിൽ വളരട്ടെ. കൃപയാൽ തിരുകൃപയാൽ എന്നിൽ ഒഴുകട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 33-ാം തിരുവചനം. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോകുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 8-ാം തിരുവചനം. പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും.
ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം. ഒരുപക്ഷേ മനുഷ്യന്റെ വാക്കുകളൊക്കെ മാറിപ്പോകാം, മനുഷ്യന്റെ ചിന്തകൾ മാറിപ്പോകാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും നാളുകൾ കഴിഞ്ഞാലും ഒരിക്കലും മാറ്റമില്ലാത്തതാ. ആ ദൈവത്തിന്റെ വചനം എന്നും നിലനിൽക്കാം. ദൈവത്തിന്റെ വചനം അത് യേശു തന്നെയാ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. ഈ സമയം ദൈവത്തിന്റെ വചനം വായിക്കാനുള്ള ദാഹം, വചനം പഠിക്കാനുള്ള ദാഹം, വചനം ജീവിക്കുവാനുള്ള ദാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ഇന്നോളം നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം, ഏത് തിന്മയുടെ കോട്ടകളെ തകർക്കുന്ന ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എന്ന് നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം എന്റെ കുടുംബത്തിന്റെ ശക്തിയായി പ്രകാശമായി അവിടെ മാറട്ടെ. വിളിച്ചുണരട്ടെ യേശുവേ. വചനം തിരുവചനം എന്നിൽ വളരട്ടെ. കൃപയാൽ തിരുകൃപയാൽ എന്നിൽ ഒഴുകട്ടെ. കുട്ടികൾ കുത്തിയുന്ന എല്ലാവരും ചേർന്ന് വചനം തിരുവചനം എന്നിൽ വളരട്ടെ. കൃപയാൽ തിരുകൃപയാൽ എന്നിൽ ഒഴുകട്ടെ. ആരാധന ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹസാഗരമാ യേശുവേ, ഞാനൊരു തുള്ളിയാ നിന്നിൽ അലിയട്ടെ. സ്നേഹസാഗരമാ യേശുവേ, ഞാനൊരു തുള്ളി